ഹലോ ഗൈസ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഈ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോകാമെന്നല്ലേ, താനോട്ട് വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. 4, 8, 10, ചിലപ്പോൾ 8 ആകുമ്പോൾ വരും, ചിലപ്പോൾ 10 ആകുമ്പോൾ വരും, ചിലപ്പോൾ 15 ആവും. അത് ഓരോ കുട്ടികളെ വീട്ടുകാർ വിളിക്കാൻ വരുന്ന ടൈമൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും 4:15 പോകില്ല കേട്ടോ. എങ്കിലും നമ്മുടെ ഒരു മനസ്സറപ്പിന് ഞാൻ 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നടത്തേ ഉള്ളൂ. അവിടെ ചെന്ന് നിൽക്കും കേട്ടോ. 4:04 ആകുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാണും. കാരണം എനിക്ക് അവൻ വരുന്നതിന് മുന്നേ ഒരു 2, 3, 5 മിനിറ്റെങ്കിലും മുന്നേ അവിടെ നിൽക്കണം. എന്നാലേ നമുക്കൊരു എന്താ പറയുക ഒരിതുള്ളൂ. അപ്പോഴത്തേ മഴയൊക്കെ മാറി, റോഡിൽ വെള്ളമൊക്കെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. മെയിൻ റോഡിലല്ല, ആയുടെ റോഡിലൊക്കെ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളമായിരുന്നു. അതൊക്കെ കുറഞ്ഞു. അപ്പോഴത്തേ ദാനത്തിൻ്റെ വണ്ടി വന്നു കേട്ടോ. ഇതുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അതിനിടയ്ക്കൊക്കെ ആയിരിക്കും കൂട്ടുകാരൊക്കെ ഇട്ട് പുറകിലൊക്കെ പോയിരിക്കും. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഇല്ലാന്നും തോന്നുന്നു. അങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരുന്നു. അതിൻ്റെ ഇറങ്ങി വരികയാണ്. വന്ന് എൻ്റെ ബാഗും ടിഫിൻ ബാഗും ഒക്കെ എടുത്തു. അപ്പോൾ ആളിങ്ങനെ എന്തൊക്കെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ ഒരു 3 മണി കഴിഞ്ഞിട്ട് ഒരു ഊണ് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ അവന് ശീലമായിരുന്നു. ഇനി അതൊക്കെ പതുക്കെ മാറി. മറ്റേത് വണ്ടിയിലൊക്കെ കയറി കാറ്റടിച്ചാൽ എൻ്റെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ആൾ പോലും ഞാൻ പുറകിരുത്തി കൊണ്ടുവരില്ല. കാരണം കാറ്റടിച്ചാൽ അവൻ അപ്പോൾ ഉറങ്ങുമായിരുന്നു. ഇപ്പം സ്കൂൾ ബസ്സിൽ ഇപ്പോൾ ഇത്രയും ദിവസം പോയിട്ട് ആദ്യത്തെ ദിവസം മാത്രമേ കുഞ്ഞ് ഉറങ്ങിയിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അവൻ ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഇന്ന് ഉറക്കക്ഷീണമൊക്കെയായിരുന്നു. അപ്പോൾ അവൻ്റെ ബസ്സിൽ ആൻറ്റി അവൻ്റെ മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൊട്ടിച്ച വഴിക്ക് താഴെ പോയി ആ ദേഷ്യത്തിൽ റോഡിലായിരുന്നു ചവിട്ടൊക്കെ കൊടുത്ത്. ഇവിടെ ഒരു പട്ടി എതിർപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനെ നോക്ക് എന്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ അതിൻ്റെ കൂട്ടുകാർ വന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ അവർ അവിടുത്തെ വീട്ടുകാരെടുത്ത് കുഴിച്ചിട്ട് വേണ്ടിയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കിടപ്പില്ല അത്. അപ്പോൾ ഞാൻ വേറൊരു പട്ടി ഇങ്ങനെ 2-3 പട്ടികൾ അത് ചത്ത് കിടന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ അവരതാ നോക്കിക്കുന്നൊക്കെ പറഞ്ഞു. ഇത് വരുന്ന വഴിക്കൊരു കടയുണ്ട് കേട്ടോ. 2 കടയുണ്ട് നമ്മുടെ സ്കൂളിലെ വാതിക്കയിൽ. ഞങ്ങൾ കുഞ്ഞിലെ സ്ഥിരം സ്കൂൾ വിട്ട് വരുമ്പം ഇവിടെ കയറിയിട്ടായിരുന്നു കേട്ടോ. സിപ്പപ്പോ അല്ലെ മക്രോണിയൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അവിടെ കയറി മേടിക്കും. അപ്പോൾ അതേ 2 മാഷ്മെല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ നമ്മൾ മക്രോണി മേടിക്കുന്ന പോലെ മാഷ്മെല്ലോ ഒക്കെ മേടിക്കുന്നു. അങ്ങനെ 2 മാഷ്മെല്ലോ ഒക്കെ മേടിച്ചു. ദാനയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മുടെ വീടിന് അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ ചെറിയ തോടും കുഞ്ഞു കൈവഴി തോടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലൊരു കുഞ്ഞി തോടുണ്ട്. നേരത്തെ നമ്മളവിടെയൊക്കെ കുളിക്കാനും അലക്കാനും പാത്രം കഴുകാനൊക്കെ പോകാൻ. ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഇപ്പോൾ ഒത്തിരി നോസൊക്കെ ഇല്ല ഈ വെള്ളത്തിൽ നിന്നൊക്കെ അണുക്കളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ പൈപ്പ് വെള്ളവും പിന്നെന്താ കിണറ്റ് വെള്ളമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. തോട്ടിലൊക്കെ വെള്ളം കവിയാറായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ പറ്റി. നേരത്തെയൊക്കെ ഈ റോഡൊക്കെ വരുന്നതിന് ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പം റോഡൊക്കെ വന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വഴിയിലൊന്നും വെള്ളമില്ല. പിന്നെ സ്കൂളിലത്തെ കഥയൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടക്കുകയാണ്. ഒരു സ്കെയിലും വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ വന്നിട്ട് 5-ാമത്തെ 6-ാമത്തെ സ്കെയിലാണ്. എന്നും കൊണ്ടുകളയും. സ്കൂളിൽ കൊണ്ടുവന്നല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ എവിടെയും ഉപം കൊണ്ട് വെക്കുന്നത്. എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെ നോക്കി തേച്ചിടണം. അമ്മ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.